പ്രകാശനത്തിലേക്ക് നാം കടക്കുകയാണ്. അതിഥികളെല്ലാവരും ഒരുമിച്ച് ചേർന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നു. വിനയപൂർവ്വം അതിഥികളെ ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകത്തിന്റെ പ്രകാശനത്തിലേക്ക് പങ്കുചേരുവാൻ റോഷിപാൽ ഒരുക്കിയ DC ബുക്സ് വായനക്കാർക്ക് മുന്നിൽ എത്തിക്കുന്ന അവൾക്കൊപ്പം എന്ന പുസ്തകം ചുരുളഴിയുകയാണ്. ഇനി വായനക്കാർക്ക് മുന്നിലേക്ക് ഈ പുസ്തകം തുറന്നെത്തുന്നു. എൻ്റെ സ്വാഗതം നമ്മോടൊപ്പമുള്ള എല്ലാവരും ചേർന്ന് ഈ പുസ്തകം മലയാളക്കരയ്ക്ക് വായനക്കാർക്ക് സമ്മാനിക്കുകയാണ്. ശബ്ദമായി കരുത്തായി മാറാൻ പോകുന്ന അനേകം സ്ത്രീകൾക്ക് ശബ്ദവും കരുത്തുമായി തീരാൻ പോകുന്ന പുസ്തകം തന്നെയാണ് റോഷിപാൽ ഒരുക്കിയിരിക്കുന്ന അവൾക്കൊപ്പം. ഇനി വായനയിലേക്ക് നാം കടക്കേണ്ടതുണ്ട്. അടുത്തതായി ഈ വേദിയെ സംബോധന ചെയ്ത് സംസാരിക്കുവാനായി പ്രമുഖ എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ NS മാധവൻ സാറിനെ വിനയപൂർവ്വം വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. അതിൻ്റെ അധ്യക്ഷനും ഫാദർ വേദിയിലെയും സദസ്സിലെയും സഹോദരരെ, പക്ഷേ ഇന്ന് ഭാവന ഇല്ലാത്തത് എന്നെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമാണ്. കാരണം അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ ഒരു പ്രയാസമുള്ളൊരു വിഷയമാണ് സംസാരിക്കാൻ നിർബന്ധമാകുന്നത്. നമ്മളിപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ വളരെയധികം പെനൽറ്റി അടിക്കുന്നുണ്ട്. പെനൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോൾ കീപ്പറിൻ്റെ ഏകാന്തതയെക്കുറിച്ച് സാഹിത്യത്തിൽ വന്നിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ 10 മടങ്ങ് 1000 10,000 മടങ്ങ് ഏകാന്തത ഒരു ദിവസം 2017 ഫെബ്രുവരി 17 ഒരു നിമിഷം മുതൽക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ കടുത്ത ഏകാന്തതയിൽ അല്പമെങ്കിലും കൂട്ടുനിന്ന റോഷിപാലിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. സമാനതകളില്ലാത്ത ഒരു ഹീനകൃത്യമാണ് നടന്നത്. ലോകചരിത്രം എന്ന് പറഞ്ഞാൽ ഇതിനോട് നമുക്ക് ചേർത്ത് വച്ച് നോക്കാവുന്ന ഒരു ഹീനകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഹോളിവുഡിൽ 2 സിനിമാ രംഗത്ത് തന്നെയാണ്. കേരളത്തിൻ്റെ സിനിമാ രംഗത്താണ്. ഹോളിവുഡിൽ മാധ്യമ മുഗൾ എന്ന് വിളിക്കുന്ന വൈൻസ്റ്റീൻ നടത്തിയ അതിക്രമം. ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം അത്ഭുതകരമായ രീതിയിൽ സമാന്തരമാണ്. ഇപ്പോൾ 2017 ഇവിടെ നടന്നത് കൂട്ടായ ഒരു വ്യക്തിയുടെ മുകളിലുള്ള ആക്രമണമാണെങ്കിൽ ദശകങ്ങളായി ഹോളിവുഡിൽ വൈൻസ്റ്റീൻ അടിച്ചുവിട്ടിരുന്നത് പല അതിജീവിതന്മാരുടെ മുകളിൽ നടത്തിയ അക്രമമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. സ്വാധീനത്തിൻ്റെ കളി, നഗ്നമായ കേളി നമ്മളിവിടെ കണ്ടതാണ്. കോടതി വ്യവസ്ഥ,
തകരുന്നതായിട്ട് അതിൻ്റെ മുകളിൽ വിശ്വാസ്യതയുടെ മുകളിൽ ചോദ്യചിഹ്നങ്ങളുണ്ടായതായി കേരളത്തിൽ കണ്ടപ്പോൾ ഹോളിവുഡിൽ നടന്നത് വർഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം ഓരോരുത്തരായി അതിജീവിതകൾ പുറത്തു വന്നു. അവർക്ക് സംസാരിക്കാൻ തന്നെ പ്രയാസപ്പെടുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭൻ അവനെ വിശേഷിപ്പിച്ചത് അപരാജിത എന്നത്. ഈ ഒരു മുഴുവൻ സംഘർഷത്തിൻ്റെ ഇടയിലും പതളാതെ അവിടെ നിലനിന്നപ്പോൾ വൈൻസ്റ്റീൻ്റെ ഇരകൾ പലരും മാനസിക രോഗത്തിന് ഇരയായി പലർക്കും ആത്മഹത്യകൾ ചെയ്യേണ്ടി വന്നു. ഒരു വലിയൊരു സമൂഹത്തിൻ്റെ സ്ത്രീ സമൂഹത്തിൻ്റെ പീഡനത്തിനാണത് വഴിവെച്ചത്. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള മറ്റൊരു സമാന്തരത മാന്യന്മാർ, സെലിബ്രിറ്റികൾ, മാധ്യമങ്ങളിൽ വരുന്ന നരേറ്റീവുകൾ ഇതെല്ലാം എങ്ങനെ കുറ്റവാളിക്ക് അനുകൂലമാകുന്നു എന്ന് നമ്മൾ ഇവിടെയും കണ്ടു, നമ്മൾ അവിടെയും കണ്ടു. ഇന്ന് തുറന്നുണ്ടായ വികാസങ്ങൾ വളരെ സമാനതയുള്ളതാണ്. ഇന്നും മുഴുവനായിട്ട് പുറത്തു വരാത്ത വൈൻസ്റ്റീൻ ഫയൽസ് ഒരു ഭാഗത്ത്, ഇന്നും മുഴുവനായിട്ട് പുറത്തു വരാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ. പക്ഷെ വൈൻസ്റ്റീൻ സംഭവം ലോകത്തിലെ സ്ത്രീ തൊഴിൽ സ്ഥലത്ത് പീഡനം അനുഭവിച്ച സ്ത്രീകൾക്ക് മുഴുവൻ ശബ്ദം നൽകിക്കൊണ്ട് ഒരു വലിയ പൊട്ടിത്തിരി നടന്നു. ആ പൊട്ടിത്തിരിയാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ മീറ്റു മൂവ്മെന്റ്. കേരളത്തിൽ അതുപോലെയുള്ള ചില അനുരണനങ്ങൾ ഉണ്ടായി. WCC അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് ചില ദുർബലമായ ശ്രമങ്ങൾ, സിനിമ കോൺക്ലേവ് തുടങ്ങിയ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വളരെയധികം അധര വ്യായാമങ്ങൾ നടന്നെങ്കിലും പടിഞ്ഞാറ് സംഭവിച്ച പോലെ തന്നെ ഇവിടെയും അതിനൊന്നും കാര്യമായ ഫലം കണ്ടില്ല. ഇത് രണ്ടും തന്നെ മറ്റൊരു വലിയ സമാനതയാണ് ഇന്നത്തെ ഈ ചടങ്ങ്. വൈൻസ്റ്റീൻ്റെ ആക്രമണത്തെ മുഴുവൻ പുറത്തു കൊണ്ടത് ജോഡി കാൻഡർ മെഗാൻ ടൂഹിയും കൂടി എഴുതിയ ഷീ സെറ്റ് എന്നുള്ള പുസ്തകമാണ്. ഷീ സെറ്റ് എന്നുള്ള പുസ്തകം എഴുതുന്നതിൽ ഈ രണ്ട് ഗ്രന്ഥകർത്തികൾക്കും സംസാരിക്കാൻ പോലും അവിടുത്തെ അതിജീവിതകൾ തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ മുഴുവൻ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ബെസ്റ്റ് സെല്ലർ അമേരിക്കയിൽ പുറത്തു വരുന്നത്. അതിനോട് സമാന്തരമായിട്ടാണ് ഇന്ന് ഇവിടെ നടക്കുന്ന റോഷിപാലിൻ്റെ ഈ പുസ്തക പ്രകാശനം. റോഷിപാൽ തിരഞ്ഞെടുത്തത് വളരെ എളുപ്പം തിരഞ്ഞെടുക്കാവുന്നൊരു മാർഗമാണ്. അത് വിട്ട് സെൻസേഷണലിസത്തിൻ്റെ മാർഗം വിട്ടുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചത് അല്പം ക്ഷമ അറിയിക്കുന്നതും വളരെയധികം നിശ്ചയദാർഢ്യം ആവശ്യപ്പെടുന്നതുമായ തുടർച്ച, കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യത്തിലാണ്. ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്ത് പിന്തുടരുക എന്ന പഴയ തലമുറയിലെ പത്രപ്രവർത്തകരുടെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വിവരിച്ചു. ഒരു പത്രപ്രവർത്തകന്റെ ഏറ്റവും വലിയ മൂലധനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാമൂഹ്യ പ്രതിബദ്ധത അല്ല, ധാർമ്മിക രോക്ഷമല്ല, ന്യായബോധം പോലുമല്ല. അത് ഒറ്റ കാര്യമാണ്, സമൂഹത്തെ എപ്പോഴും ഓർമ്മിപ്പിക്കുക. ഓർമ്മകളുണ്ട്, ഓർമ്മ. റോഷിപാൽ ചെയ്തതാണ് ഒരു ഓർമ്മയുടെ വലിയൊരു സഞ്ചയം കേരളത്തിൽ ഈ അതിജീവിതത്തെ ചുറ്റിപ്പറ്റി. ഈ അനീതിയെ
എന്നും മറക്കാതിരിക്കാൻ തുടർച്ചയായി ഉള്ള പരിശ്രമമാണ് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ പുസ്തകമായി വരുന്നത്. എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മുഖ്യമായി 3 പടവുകളിൽ വെച്ചുണ്ടായി. ഒന്ന് ഇതിൻ്റെ തുടക്കത്തിലാണ്. ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർക്കട്ടെ, ഇത് കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ നടിയുടെ മുകളിലുള്ള അക്രമം അല്ല. പലതവണ അക്രമം നടത്തി അതിനെ മൂടി വയ്ക്കാനും അതിനെക്കുറിച്ച് ഒരു ശബ്ദം പുറത്തു വരുത്താതിരിക്കാനും കഴിവുള്ള കുറ്റവാളികളായിരുന്നു ഇതിൻ്റെ പുറകിൽ. അത്തരത്തിലുള്ള ഒരു ധൈര്യത്തിലാണ് ഈ ഒരു ഹീനകൃത്യത്തിനും അവർ മുതിർന്നത്. ഇത് അവരുടെ മോഡസ് ഓപ്പറാൻഡി ആയിരുന്നു. ഇതിനു മുമ്പുള്ള അതിജീവിതകളെ നമുക്കറിയുകയില്ല. ഈ മോഡസ് ഓപ്പറാൻഡി പാടാൻ യാദൃച്ഛികമായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രിയപ്പെട്ട അന്തരിച്ച MLA PT തോമസ് തുടങ്ങിയ പല വ്യക്തികളുടെ യാദൃച്ഛികമായി അതിന് റോഷിപ്പാലിൻ്റെ മാധ്യമം നിശബ്ദമാക്കപ്പെട്ടിരുന്ന എല്ലാ തവണയും നിശബ്ദമാക്കപ്പെട്ടിരുന്ന മാധ്യമങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ള വളരെ വിരളമായ ഒരു സംഭവം കൂടി ഇവിടെ നടക്കുകയുണ്ടായി. ഇത് ഈ തുടക്കകാലത്ത് ഈ പോരാടുന്നതിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഒരു ഊർജം പകരുന്നതിൽ റോഷിപ്പാലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും വലിയ പങ്കുവഹിച്ചു. രണ്ടാമത്തെ വലിയ വഴിത്തിരിവ് ബാലേന്ദ്രകുമാർ. കേസ് ഏതാണ്ട് ആറി തണുക്കും, ഏതാണ്ട് പിടിവിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഈ ബാലേന്ദ്രകുമാറിനെ അവതരിപ്പിക്കുകയും അദ്ദേഹം ആ കേസിനെ പുനർജീവിപ്പിക്കുകയും ചെയ്തത്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു യത്നമായിരുന്നു ഇതിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയുമായിട്ടുള്ള ദീർഘമായിട്ടുള്ള ഇൻ്റർവ്യൂ. ഇത് രഹസ്യ കൗൺസിൽ പാർട്ടി ഇൻ്റർവ്യൂ ആണ്. ഇതിൽ വ്യക്തമായിട്ട് ഈ ഗൂഢാലോചന എന്താണ്, ഇന്നും തെളിയിക്കപ്പെടാത്ത ഗൂഢാലോചന എന്താണെന്ന് ഇൻ്റർവ്യൂ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ന്യായപീഠങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ധൈര്യത്തോടും റോഷിപ്പാലിനോട് സ്വയം കരുതാം. സമൂഹത്തിനോടുള്ള കർത്തവ്യം താൻ നിർവഹിച്ചുവെന്ന് ഇനിയും ഈ കേസ് ഒരു ക്ലോഷറായിട്ടില്ല. പല വഴിത്തിരിവുകളുണ്ട്, മെമ്മറി കാർഡ് തുടങ്ങി പലതും. എന്നാൽ ഏറ്റവും കാണാപ്പുറം, ഈ കേസിൻ്റെ കാണാപ്പുറം, വീണ്ടും ഞാൻ വൈൻസ്റ്റീനിലേക്ക് പോവുകയാണ്. വൈൻസ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങളിൽ എന്തുകൊണ്ട് ആൻഡ്രൂ രാജകുമാരൻ അല്ലെങ്കിൽ ട്രംപ് തുടങ്ങിയ ദീർഘനിരയിലുള്ള VIP-കളും സെലിബ്രിറ്റികളും നിശബ്ദമായി എന്നുള്ളതിനുള്ള തെളിവ് അവർക്ക് ലഭിച്ച പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമുക്കറിയാം. തെളിവ് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് ഈ ഗൂഢാലോചന മൂടിവെക്കാൻ മാന്യ ദേഹങ്ങൾ എന്തുകൊണ്ട് ശ്രമിച്ചു എന്നുള്ളതിന് ഉത്തരം ഇതുവരെ കണ്ടെത്തിയില്ല. അതിന് പക്ഷേ റോഷിപ്പാലിൻ്റെ അടുത്ത പുസ്തകത്തിൻ്റെ വിഷയമാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി വേദിയിലെത്തി നമുക്കേറെ പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി മാമാണ്. നമുക്കറിയാം, നടനത്തിൽ ശബ്ദ വൈവിധ്യമൊരുക്കി അനീതിക്കെതിരെ ഉറച്ച ശബ്ദമായി നിലകൊള്ളുന്ന ഭാഗ്യലക്ഷ്മി മാഡത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകം നമ്മൾ ഈ കഴിഞ്ഞ 8 വർഷത്തോളം ഈ വിധി വരുന്നത് വരെ കേരളം മുഴുവനും ഒരു 50% ഇത് വെറും
കെട്ടുകഥയാണോ ഈ കേസ് എന്നും 50% ആയിരിക്കാം അല്ലേ എന്നും ചിന്തിച്ചിരുന്ന ഒരു വിഷയമാണ് ഈ പുസ്തകം. ഈ പുസ്തകം വായിക്കുമ്പോൾ പലർക്കും അത് വളരെ വ്യക്തമായി മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് എന്ന്. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് തീർച്ചയായിട്ടും 100% അവളോടൊപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ റോഷി പാലിനോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. കുറച്ചു മുമ്പേ രവി സാർ പറഞ്ഞു WCCയുടെ ഭാഗമായിട്ട്. ഞാൻ WCCയുടെ ഭാഗമായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും റോഷി പാൽ എന്ന വ്യക്തിയുടെ ഈ കേസുമായി അദ്ദേഹത്തിൻ്റെ യാത്ര തുടക്കം മുതൽ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. സാധാരണ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെയുള്ള വാർത്ത കിട്ടുമ്പോൾ അതിനെ ഒരു ടാഗ് റേറ്റിങ്ങിന് വേണ്ടിയോ അവിടെ ഒരു മാനുഷിക മൂല്യം എന്നത് വളരെ കുറവായിരിക്കും, ഒരു വാർത്ത മാത്രമായിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ തൻ്റെ ജീവിതവും തൻ്റെ ഉറക്കവും തൻ്റെ ഭക്ഷണവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ വാർത്തയുടെ പിന്നാലെ 24 മണിക്കൂറും സഞ്ചരിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ദൃക്സാക്ഷിയാണ് ഞാൻ. അന്ന് ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം, ഈ നടിയാണെന്ന് അറിയുന്നതിന് മുൻപ് രാത്രി ഒരു 1:30-2 മണിക്കാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നു, ആരാണ് നടി എന്നറിയില്ല. അപ്പോഴേ എൻ്റെ ഉറക്കം പോയി. സിനിമയിലുള്ള ഒരു പെൺകുട്ടി എന്ന് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ നേരെ വെളുക്കുമ്പോഴാണ് ആരാണ് വ്യക്തി എന്നറിയുന്നത്. പലരും ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ ചാനലുകളിൽ ഇത് നിരന്തരം സംസാരിക്കുമ്പോൾ ഒരു നടിയായതുകൊണ്ടാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയധികം ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി അവൾക്കൊപ്പം അല്ല. ഇത് അപൂർവത്തിൽ അപൂർവമായ ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസാണ്. നേരത്തെ മാധവൻ സാർ പറഞ്ഞതുപോലെ ഇത് ആദ്യമായിട്ടായിരിക്കില്ല. മറ്റു പലരോടും ഇത്തരത്തിലുള്ള ആക്രമണം നടന്നിരിക്കാം. നമുക്കറിയാം 6 കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയുടെ കേസ് ഇതേ കേരളത്തിലായിരുന്നു. ഈ ആറാമത്തെ കൊലപാതകത്തിലാണ് യഥാർത്ഥത്തിൽ അവർ പിടിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? ആദ്യത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും ഒന്നും ആരും അറിയാതെ പോയത് കൊണ്ട് തന്നെ ഇതൊരിക്കലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല എന്ന് കരുതി. പക്ഷേ ഇതിന് ഒരു നീതി കിട്ടിയില്ലെങ്കിൽ അത് ഇനി വരുന്ന പല പെൺകുട്ടികളോടും ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ്. ഈ അനീതി മറ്റു പലരിലേക്കും പോകാൻ സാധ്യതയുള്ളൊരു അനീതിയാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് നടി എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. അല്ല, അവൾ എന്ന ഒരു പെൺകുട്ടി, അത് ആരുമായിക്കോട്ടെ, പ്രശസ്തയോ അപ്രശസ്തയോ ആരുമായിക്കോട്ടെ, ഇന്ന് വരെ മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ ഇതിൽ നമുക്ക് നീതി ലഭിക്കണം, അവൾക്ക് നീതി ലഭിക്കണം. കാരണം നാളെ വരുന്ന പല കുട്ടികൾക്കും അവളൊരു മാതൃകയാണ്, അവളൊരു വഴികാട്ടിയാണ്. ഇത് തന്നെയായിരുന്നു റോഷി. ചില ദിവസം വല്ലാതെ ഒരു ഭ്രാന്തെടുത്ത അവസ്ഥയിൽ, ചേച്ചി വീട്ടിലുണ്ടോ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും. ചില ദിവസം വല്ലാതെ ഇമോഷണലായിട്ടുണ്ട്. എന്താണെങ്കിലും പലപ്പോഴും നടി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് സങ്കടം പറയുമ്പോൾ എനിക്ക് വേണ്ട, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, 2 മണിക്കൂർ കാറിനുള്ളിൽ അനുഭവിച്ചതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 15 ദിവസങ്ങളോളം. അതുപോലെ തന്നെയായിരുന്നു ബാലേന്ദ്രകുമാറും
അസുഖമായി കിടക്കുമ്പോൾ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ബാലേന്ദ്രകുമാർ പറയുന്നത് ഒരു 5 ദിവസമോ 6 ദിവസമോ കൊണ്ട് തീരേണ്ട ഒരു ട്രയൽ 40 ദിവസത്തിലധികം അത്രയും വയ്യാതെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യാത്ത ഒരവസ്ഥയിൽ ആ മനുഷ്യൻ കസേരയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ച് തളർത്തി കഴിഞ്ഞാൽ ഒടുവിൽ അയാളെ കൊണ്ട് വയ്യാതെയായി കഴിഞ്ഞാൽ അയാൾക്ക് പറയാനുള്ള മൊഴികളെല്ലാം ഒന്നുമില്ലാതെ പോകും. ഇങ്ങനെ പല രീതിയിൽ ഈ പുസ്തകത്തിൽ കുറെ മരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ചിലരുടെയൊക്കെ മരണങ്ങൾ എനിക്ക് ഭയമായിരുന്നു. റോഷിയെ കുറിച്ച് ആലോചിച്ചിട്ട് പൾസർ സുനിയുമായിട്ടുള്ള അഭിമുഖം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, റോഷി സൂക്ഷിക്കണേ. എന്നോട് പലരും പറയാറുണ്ട്, ചേച്ചി സൂക്ഷിക്കണേ എന്ന്. അപ്പൊ എല്ലാവർക്കും ഭയമാണ്. സിനിമാ ലോകം തന്നെ ഭയന്നാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭയമാണ് അവൾക്കൊപ്പം എന്ന് ഉച്ചരിക്കാറുള്ളത്. എത്ര വലിയവരിൽ നിന്നും താഴേക്കിടയിലുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് സ്വകാര്യമായി വളരെ സ്വകാര്യമായി എന്നോട് പറയാറുണ്ട്, ഞങ്ങളെല്ലാം അവളുടെ ഒപ്പമാണ്, പക്ഷെ ദയവേത് എന്റെ പേര് പറയരുത്, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഭയമാണ്. അപ്പൊ ഇതാരാണ്? അധോലോക നായകൻ. എന്താണ് ഇയാളെ ഇത്രയും ഭയപ്പെടാനുള്ള കാരണം എന്താണ് അറിയില്ല. അപ്പോ അത്രമാത്രം എന്തൊക്കെയോ ദുരൂഹതകൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പല പെൺകുട്ടികളുടെ വിഷയത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അതായിരിക്കാം ഇവരെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു സാധാരണ സിനിമാ നിർമ്മാതാവായോ സിനിമാ നടനായോ തിയേറ്റർ ഓണറായിട്ടോ മാത്രമല്ല, ഏറ്റവും വലിയ നിർമ്മാതാക്കൾക്കും നടന്മാർക്കും നടിമാർക്കും സംവിധായകർക്കും എല്ലാവർക്കും ഭയമാണ്. അവിടെയാണ് റോഷി പാൽ എന്ന വ്യക്തിയെ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചാനലിന്റെ റിപ്പോർട്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ കിട്ടുന്ന വാർത്ത വെറുതെ വായിച്ചെന്ന് പോയാൽ മതി. വേണമെങ്കിൽ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിനെ കാണ്ടമായിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ച കുറെ ടാഗ് റേറ്റിംഗിൽ കൂടെ അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇത് മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു സഹോദരനെ പോലെ അവൾക്ക് വേണ്ടി ഇത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു, ഇതിന്റെ വഴികൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എവിടെയൊക്കെ ഈ കേസിൽ ശരിക്കും ഒരുപാട് സാക്ഷികൾ പുറത്തേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണക്കാരനും റോഷി പാൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാലേന്ദ്രകുമാർ എന്ന വ്യക്തി ആദ്യമായി ഈ കേസിൽ വരുന്നതിന് മുൻപ് ഞങ്ങൾ ഇന്നും ഓർക്കുന്നു, ഞങ്ങൾ തമ്മിലിരുന്ന് ഇങ്ങനെ ഒരാളുണ്ട്, അയാൾക്ക് പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ തമ്മിലിരുന്ന് ചർച്ച ചെയ്തു. ഒടുവിൽ അയാൾ തന്നെയാണ് ധൈര്യപൂർവ്വം പുറത്തേക്ക് വന്നത്. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പൾസർ സുനിയോടൊപ്പം ജയിലിൽ കിടന്ന ആൾ, അങ്ങനെ നിരവധി ആളുകൾ, ഇവരെല്ലാം ജീവൻ പണയം വെച്ചാണ് റോഷി തേടി 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 പോകുന്നത്. അതൊരു വെറും ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം അല്ല. അവിടെ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനുണ്ട്, ഒരു നന്മയുള്ള ഒരു മനുഷ്യനുണ്ട്. ഇതെല്ലാം കടന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഒരു റിപ്പോർട്ടർ ആവുന്നത്. അതാണ് ഈ പുസ്തകം എഴുതിയില്ലായിരുന്നു എങ്കിൽ, ഞാൻ വിചാരിക്കുന്നതാണ് ഈ പുസ്തകം റോഷി പാൽ എഴുതിയില്ലായിരുന്നുവെങ്കിൽ റോഷി പാലിന് മരണം വരെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം അത്രമാത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു എന്ന് പലപ്പോഴും സംസാരിക്കും. ഞാൻ പറയും, വിട്ടുകളാ പോട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാനാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെയാണ്, നമ്മളിതെല്ലാം ഇല്ല, അങ്ങനെയല്ല, നമുക്ക് ഇതിന്റെ അറ്റം വരെ പോകണം, നമ്മളിത് മറ്റു പലർക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഞങ്ങളെ എല്ലാവരെയും പറഞ്ഞ്
നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ജേർണലിസ്റ്റാണ്, ഒരു മനുഷ്യനാണ്, ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഈ അവൾക്കൊപ്പം എന്ന് ഓരോ പെൺകുട്ടിയെ കുറിച്ചും ഓർത്ത് വേവലാതിപ്പെടുന്ന പലർക്കും കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇത് വായിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ നടന്ന അനീതി നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയുള്ളൂ. നമ്മളെപ്പോഴും വിചാരിക്കും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവൾ സന്തോഷമായിരിക്കുന്നല്ലോ, എന്താ സന്തോഷമായിരിക്കാൻ പാടില്ലേ? ഇങ്ങനെ ഒരു അനീതി നടന്നാൽ ആ പെൺകുട്ടി ജീവിതകാലം മുഴുവനും കരഞ്ഞിങ്ങനെ തീർക്കണം. അവൾ സന്തോഷമായിരിക്കട്ടെ. അവൾ ഒരിക്കലും എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവൾ ഇത് മറക്കണം. ഇത് മറക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് പല രീതിയിലും അവളെ ആശ്വസിപ്പിക്കുകയും അവളെ സന്തോഷിപ്പിക്കുകയും അവളുടെ അടുത്തിരിക്കുമ്പോൾ ഈ വിഷയം ഒഴിച്ച് ബാക്കി എന്തും ഞങ്ങൾ സംസാരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും പലർക്കും അറിയാതെ പോയൊരു കാര്യം, ഈ പുസ്തകത്തിൽ റോഷി ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കറിയാം ഈ സംഭവം നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 1-2 പ്രാവശ്യം റോഷി പെൺകുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു അടുപ്പമുണ്ടായി, അല്ലെങ്കിൽ തന്നെ കുറെ പേരുടെ പ്ലാൻ ആണെന്നാണ് പലരും പറയുന്നത്. അതായത് അവളല്ല വിക്ടിം, അവനാണ് വിക്ടിം എന്ന രീതിയിൽ ചിലരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് സിനിമാ ലോകത്തും അതല്ലാതെ പൊതുസമൂഹത്തിലും. ഇവിടെ ആരും ഇതിന്റെ പിന്നിൽ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഈ കേസിൽ തള്ളിയിടണം എന്ന് പറഞ്ഞാൽ ആരും തള്ളിയിട്ടതല്ല. ഈ പേര് പറഞ്ഞതൊന്നും അവളോ മറ്റുള്ളവരോ ആരുമല്ല. ഇത് പറഞ്ഞത് ഇന്ന ആളാണെന്ന് പറഞ്ഞത് പൾസർ സുനിയാണ്. പൾസർ സുനി പേര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അങ്ങോട്ട് വഴിതിരിഞ്ഞു പോകുന്നത്. അതുവരെ പൾസർ സുനി മാത്രമാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഈ സംഭവത്തിന് ശേഷം അവളുടെ വീട്ടിൽ ഇരുന്ന് അവൾ ഈ സംഭവം നമ്മളോട് വിശദീകരിക്കുമ്പോൾ ഒരമ്മ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ, സഹോദരൻ, നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ അവളിൽ നിന്ന് കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് അവൾക്ക് വേണ്ടി ഇറങ്ങാനുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ. ഈ വിമർശിക്കുന്നവർക്കെല്ലാം ഇതൊരു കഥയാണ്. എവിടെയോ എന്തോ ആരൊക്കെയോ സംസാരിക്കുന്ന കുറെ കഥ. ചിലർക്ക് ചാനൽ ചർച്ചകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകൾ സമയത്ത് പറയും അവർക്കൊന്നും വേറെ പണിയില്ലേ. പണിയില്ലാഞ്ഞിട്ടല്ല, ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു കൊട്ടേഷൻ ബലാത്സംഗം നേരിടാൻ ഇടവരരുത്. കാരണം മറ്റു ബലാത്സംഗം പോലെയല്ല കൊട്ടേഷൻ എന്ന് പറയുന്നത്. തെളിയിക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനി എങ്ങനെയൊക്കെ എത്രയൊക്കെ ഉന്നതനാണെങ്കിലും എത്രയൊക്കെ സമ്പന്നനാണെങ്കിലും ഈ കേസ് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ അത് ഒരുപാട് പെൺകുട്ടികളെ മാനസികമായി സാമൂഹികമായി തളർത്തിക്കളയും. അത്രമാത്രം ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. പറയാൻ ഇന്ന് മുഴുവനും ഒരുപാടുണ്ട് പറയാൻ. പക്ഷേ സമയം വളരെ കുറവായത് കൊണ്ടാണ് അത്രയധികം ദീർഘിപ്പിക്കാത്തത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. അവളോടൊപ്പം എന്ന് മനസ്സുകൊണ്ടെങ്കിലും, എന്നാൽ അവൾ എന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നടിയോടൊപ്പം എന്നല്ല നിങ്ങൾ കരുതേണ്ടത്, ഒരു പെണ്ണിനോടൊപ്പം. ഇങ്ങനെ ഒരു ദുരനുഭവം നേരിട്ട ഒരു പെണ്ണിനോടൊപ്പം തന്നെയാണ് ഈ സമൂഹത്തിലെ ഓരോ മനുഷ്യനും എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകം ഞാൻ കുറച്ചൊക്കെ ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുഴുവനും ഇത് വായിച്ചാൽ മാത്രമേ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ഓടിച്ച് ഞാൻ വായിച്ചു. ഇത് വായിക്കുമ്പോൾ നമുക്ക് കുറേ നെഞ്ചിടിപ്പുണ്ടാകും, കുറേ സങ്കടം വരും, അങ്ങനെ കുറേ കണ്ണീരിൻ്റെ കഥകളുണ്ട്, കുറേ ഭയത്തിൻ്റെ
കഥകളും എല്ലാം തന്നെ ഈ അന്വേഷണ പുസ്തകത്തിൽ റോഷി പാൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാഡം. അടുത്തതായി നമുക്കായി ഈ വേദി ഒരുക്കി തന്ന ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്ററും സാംസ്കാരിക പ്രവർത്തകനുമായ റവറൻഡ് ഫാദർ ML പുളിക്കാട്ടിൽ CMI ഫാദറിനെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ചില കൂടിച്ചേരലുകൾക്ക് വല്ലാത്ത പ്രകാശമുണ്ട്. വെറുതെ ഒന്ന് കാരണമായ അതിജീവനത്തിന്റെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. പുസ്തകങ്ങൾ പലതരത്തിലുണ്ട്. ചിലത് നമ്മൾ വായിച്ച് മടക്കി വയ്ക്കും. എന്നാൽ ചില പുസ്തകങ്ങൾ നമ്മുടെ നെഞ്ചിലേക്ക് ഒരു കടൽ പോലെ വന്നു വീഴും. അത് നമ്മളെ ഉറങ്ങാൻ അനുവദിക്കില്ല. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ശ്രീ R. റോഷി പാലിന്റെ അവൾക്കൊപ്പം എന്ന പുസ്തകം അത്തരത്തിൽ ഒന്നാണ്. ഈ വേദിയിൽ നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ജീവിതം എന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയല്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായ വലിയ ചുഴികളിൽ നമ്മൾ പെട്ടുപോയേക്കാം. ഏറ്റവും സുരക്ഷിതമെന്ന് നാം കരുതുന്ന ഇടങ്ങളിൽ നിന്നാകാം ചിലപ്പോൾ വലിയ ഇരുട്ട് നമ്മെ തേടിയെത്തുന്നത്. മുറിവേൽക്കുക എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ മുറിവുകളെ ഒരു പുഞ്ചിരി കൊണ്ട് നേരിട്ട് ഞാൻ ഇനിയും മുന്നോട്ട് നടക്കും എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ അസാധാരണമായി മാറുന്നത്. ഈ വേദിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട അഭിനേത്രി ഭാവനയാണ്. വർഷങ്ങളോളം വെള്ളിത്തിരയിൽ തന്റെ അപാരമായ കഴിവുകൊണ്ട് നമ്മെ വിസ്മയിച്ചവൾ ഇന്ന് യഥാർത്ഥ ജീവിതത്തിൽ വലിയ ഒരു പോരാളിയാണ്. വലിയ കാറ്റിലും മഴയിലും നനഞ്ഞു കുതിർന്ന ഒരു മരം അത് വീണു പോകുമെന്ന് നാം കരുതും. എന്നാൽ മഴ തോരുമ്പോൾ അത് കൂടുതൽ പച്ചപ്പോടെ തളർത്തു നിൽക്കുന്നത് കാണുന്നത് പോലെയുള്ള വലിയ വിസ്മയമാണ് അവളുടെ ജീവിതം. തകർന്നു പോകുമെന്ന് എല്ലാവരും കരുതുന്നിടത്ത് അവൾ എഴുന്നേറ്റ് നിന്നു. ഇന്ന് അവൾ ഇരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദീപശിഖയാണ്. ആ പോരാട്ടം നമ്മെ ഓരോരുത്തരെയും ആഴത്തിൽ പ്രചോദിപ്പിക്കുന്നു. സത്യം അന്വേഷിച്ചിറങ്ങുന്ന ഒരു പത്രപ്രവർത്തകന്റെ ദൗത്യം വളരെ വലുതാണ്. ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ശ്രീ R. റോഷി പാലിനെ ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കേട്ടറിവുകളുടെയോ ഗോസിപ്പുകളുടെ പിന്നാലെ പോകാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന സംഭവത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ അദ്ദേഹം അന്വേഷിച്ചു. സത്യം പുറത്തു കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം നടത്തിയ അന്വേഷണ യാത്രയും അത് പുസ്തകമാക്കി മാറ്റാൻ കാണിച്ച ആ വലിയ ധൈര്യവും എടുത്തു പറയേണ്ടതാണ്. ഇതിൽ ഊഹങ്ങളില്ല, തെളിവുകൾ നിരത്തിയ സത്യങ്ങളാണ്. ഈ അതിജീവനത്തിന്റെ യാത്രയിൽ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അവൾക്ക് ചുറ്റും ഒരു കോട്ട പോലെ വലിയൊരു സ്നേഹമതിലായി നിന്ന അവളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, വീട്ടുകാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. സിനിമയുടെ അകത്തും പുറത്തുമുള്ള ആ സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും സ്നേഹമാണ്, അവർ നൽകിയ ആത്മവിശ്വാസമാണ് ഈ പോരാട്ടത്തിന് അവൾക്ക് കരുത്തായി നിന്നത് എന്ന് ഞാൻ കരുതുന്നു. അവരിൽ പലരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകാം. ഭാവനയുടെ കൂടെ നിന്ന ആ നല്ല മനുഷ്യർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ഇവിടെ ഒരു പുസ്തകം അച്ചടിച്ച് ജനങ്ങളിൽ എത്തിക്കാനും വേണം ഒരു ധൈര്യം. ഈ പുസ്തകം യാഥാർത്ഥ്യമാക്കുവാൻ മുന്നോട്ട് വന്ന DC ബുക്സിനെയും പ്രിയപ്പെട്ട രവി DC സാറിനെയും ഈ അവസരത്തിൽ ഈ വേദിയിൽ ഏറ്റവും ആദരവോടെ ഓർക്കുകയാണ്. അവൾക്കൊപ്പം എന്നത് ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടല്ല, അതൊരു വലിയ ആത്മീയ നിലപാടാണ്. വീണുപോയവന്റെ, മുറിവേറ്റവന്റെ ഒപ്പം നിൽക്കുക, അവരുടെ കൈപിടിക്കുക എന്നത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഈ പുസ്തകം ഒരുപാട് പേർ വായിക്കട്ടെ. സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന എല്ലാവർക്കും ഇത് വലിയൊരു ഊർജ്ജമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ചാവറ കൾച്ചറൽ സെന്ററിന്റെ എല്ലാ പ്രാർത്ഥനകളും സ്നേഹവും ആശംസകളും ഈ പുസ്തകത്തിനും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സ്നേഹത്തോടെ നൽകുന്നു. നന്ദി. നന്ദി ഫാദർ. അടുത്തതായി നമുക്ക് നമ്മുടെ കണ്ണുകളും ചിന്തയും ഹൃദയവും അവളോടൊപ്പം ചേർത്ത് വയ്ക്കാം. നമുക്കറിയാം, മലയാളി മനസ്സിൽ വിടർന്ന ഭാവന നമുക്ക് ഏവർക്കും
ആത്മധൈര്യത്തിൻ്റെ പുഞ്ചിരിയുടെ പ്രതീകമായി നമ്മുടെ ഭാവന മാം ഒരു വീഡിയോയിലൂടെ നമ്മളോടൊപ്പം ചാവറ കൾച്ചറൽ സെൻറ്ററിൽ അവൾക്കൊപ്പം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ പങ്കുചേരുകയാണ്. വീഡിയോ സന്ദേശത്തിലൂടെ നമുക്ക് ഭാവന മാമിൻ്റെ സന്ദേശത്തിലേക്ക് നമുക്ക് കാതോർക്കാം. ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നേരത്തെയുള്ള ചില കമ്മിറ്റ്മെൻറ്റ്സ് കാരണം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. റോഷിപാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി വളരെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. കുറേ പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കും അത് വായിക്കാൻ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ ബുക്ക് വായിക്കണം. DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റോഷിപാലിനും പിന്നെ ഈ ഒരു ബുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവാൻ പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജേർണി വളരെ ഇൻസ്പയറിംഗ് ആണ്. കുറച്ചൊക്കെ എനിക്കറിയാം, അത് മുഴുവനായിട്ട് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. സോ റോഷിപാലിൻ്റെ ഈ ഒരു ബുക്കിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അവർക്കൊപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ അന്വേഷണയാത്ര എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. സോ ഇത് എല്ലാവർക്കും ഒരു വലിയ ഒരു ഓർമ്മയും ഒരു നല്ല എക്സ്പീരിയൻസും എല്ലാമാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ഒരു അവസരത്തിൽ റോഷിപാൽ വളരെ ജെന്യുവനായിട്ട് അൺകണ്ടീഷണലായി തന്ന ഒരു സപ്പോർട്ടിന് ഞാൻ എന്നും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. സോ ഒരിക്കൽ കൂടി ഞാൻ അവിടെ ഉണ്ടാവാൻ സാധിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ. താങ്ക് യു സോ മച്ച്. നന്ദി. അടുത്തതായി ഭവനയുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായ മാഡത്തിൻ്റെ സഹോദരൻ ജയദേവൻ ഈ രീതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മെ സംബോധന ചെയ്യുന്നു. അടുത്തതായി ശ്രീ ജയദേവൻ. ാണ് എത്തിയത്. വരുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ എന്നെ വിളിച്ച് സ്റ്റേജിലെത്തി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. എന്തായാലും ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളെക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ ഫൈറ്റിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് പലവട്ടം പ്രതീക്ഷ നിശ്ചിത സമയങ്ങളുണ്ടായിട്ടുണ്ട്. മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ കൂടെ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരുമാണ്. അതിൽ റോഷിച്ചേട്ടൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം റോഷിച്ചേട്ടൻ തുടക്കം മുതൽ അവസാനം വരെ പലരും ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കില്ല എന്ന ഒരു ഫീലിങ്ങിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ റോഷിച്ചേട്ടൻ ഫേസ് ചെയ്തി വന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ നേരിട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നേരിട്ട് വരാനായിരുന്നു പ്ലാൻ. പക്ഷെ അവസാന നിമിഷം അത് ചെറുതായിട്ടൊന്നും മാറിപ്പോയി. അപ്പോൾ ഞാനും ഞങ്ങളുടെ വല്യമ്മയുടെ മകനുണ്ട്, ചേട്ടനും കൂടി വരാനായിരുന്നു. അങ്ങേർക്ക് പനി. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ ആരും വരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പം എന്തായാലും ഇത് ഇങ്ങനൊരു ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്യുന്നു. അത് ഇനിയും ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാവട്ടെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ വിചാരിക്കുന്നു നമ്മളാണ് സിസ്റ്റം. നമ്മൾ ഇറങ്ങി തിരിച്ചാലേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബുക്ക് പ്രസിദ്ധീകരിച്ച DC ബുക്സിനും പിന്നെ അതുപോലെ റോഷിച്ചേട്ടൻ ഇത്ര എഫേർട്ട് എടുത്ത് ഇത് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും താങ്ക് യു വെരി മച്ച്. നന്ദി സർ. റിപ്പോർട്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആന്റോ അഗസ്റ്റിൻ വേദി ഉപവിഷ്ടനാണ്. അടുത്തതായി വേദിയെ അഭിസംബോധന ചെയ്യുന്നു ശ്രീ ആന്റോ അഗസ്റ്റിൻ. പുസ്തക പ്രകാശനം എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും സന്തോഷമാണ് പുസ്തകം പ്രകാശനം ചെയ്യാനും അതിൻ്റെ ഭാഗമാകാനും എല്ലാം. വേദിയിൽ ഇത്ര മുതിർന്ന എഴുത്തുകാരും അതുപോലെ തന്നെ സദസ്സിലും മുതിർന്ന വായനക്കാരും എഴുത്തുകാരൊക്കെ ഉള്ള സമയത്ത് അവൾക്കൊപ്പം
എന്നൊരു പുസ്തകം ഒരു മാധ്യമപ്രവർത്തകൻ എഴുതുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം റോഷിക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും സപ്പോർട്ടും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്നത്. റിപ്പോർട്ടർ ടി വി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേലെ ഏകദേശം 7 കേസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ റിപ്പോർട്ടർ ടി വി ടേക്ക് ഓവർ ചെയ്തിട്ട് 4 വർഷമാകാം. എൻ്റെ പേരിൽ വന്നു 2 കേസ്. അപ്പം ഞാൻ റോഷിൻ്റെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ടേക്ക് ഓവർ ചെയ്തൊരു 3 മാസം കഴിഞ്ഞപ്പോൾ റോഷി എന്നെ കാണാമെന്ന് പറഞ്ഞു എന്നോടൊന്ന് ക്യാബിനിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പൾസർ സുനിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം സാർ. ഞാൻ പറഞ്ഞു നീ എന്താണോ ഇതുവരെ ചെയ്തത് അതുമായിട്ട് മുന്നോട്ട് പോവുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം റിപ്പോർട്ടർ ടി വിയുടെ മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഴി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ദിലീപിൻ്റെ കേസ് ഉണ്ടാവില്ല, ദിലീപിൻ്റെ കേസ് ഏകദേശം തീരുമാനമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് കുറച്ച് പ്രിക്കോഷൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഒരു ഇൻഫ്ലുവൻസും എവിടെ നിന്ന് വരരുത് എന്നുള്ളൊരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് റോഷി എന്താണോ പറയുന്നത് അതിൻ്റെ ആ ഭാഗത്തിന് കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ റിപ്പോർട്ടർ ടി വി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുവരെ നികേഷ് കുമാറിൻ്റെ കയ്യിലുണ്ടായിരുന്ന നികേഷ് കുമാറിൻ്റെ പേരിലുണ്ടായിരുന്ന കേസ് എൻ്റെ പേരിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അത് ആരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലല്ല, ഗവൺമെൻറ് സ്വന്തം കേസെടുക്കുകയായിരുന്നു റിപ്പോർട്ടർ ടി വിയുടെ പേരിൽ. എന്തിനാണ് കേസെടുത്തതെന്നും എന്താണ് നടപ്പിലാക്കുന്നതെന്നും ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അവസാനം സെഷൻസ് കോടതി വിധി പറയുന്ന അന്ന് വിധി കഴിഞ്ഞ് അടുത്ത കേസ് ഒരു കേസ് കൂടി എടുത്തു. അത് കോടതി അലക്ഷ്യ കേസാണ്. അത് നെക്സ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട സിസ്റ്റം അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നില്ല. അപ്പോൾ അത് അവസാനിച്ച് വന്ന് നോക്കിയാൽ അത് മാത്രമല്ല, അതിജീവിതയുടെ കൂടെ ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരെയും കൂടെ അവരുടെ നാവും കൂടെ അടപ്പിക്കാനുള്ള ശ്രമമാണ് സിസ്റ്റം ചെയ്യുന്നതെന്ന് തോന്നി. ആ കോടതി അലക്ഷ്യ കേസ് കൂടെ അതിനൊപ്പം പരിഗണിച്ചത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ റോഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് പേടിയില്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവത്തില്ല. ജനങ്ങളായ മനുഷ്യനായാൽ പേടി ഉണ്ടാവും. പക്ഷെ റോഷിയെ സംബന്ധിച്ചിടത്തോളം റോഷിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ഒരു കേസിന്റെ പുറകെയാണ്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലാ സമയങ്ങളിലും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവസാനിക്കുന്നത് ഈ പറഞ്ഞ കേസിന്റെ പുറകെ തന്നെയായിരിക്കാം. അവർക്ക് പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഭാവനയായിട്ട് അല്ലെങ്കിൽ അതിജീവിതയായിട്ട് വലിയ രീതിയിൽ ആത്മബന്ധമുള്ള ഒരാളാണ് റോഷി എന്ന് എനിക്ക് സംസാരത്തിൽ തോന്നിയിട്ടില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം റോഷിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ കിട്ടുന്ന വാർത്ത ആത്മാർത്ഥതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായി കിട്ടിയ ഒരു അറിവിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ സത്യമുണ്ട് നീതിയുണ്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ ഒപ്പം നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്, തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി പറയാം, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ആ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താ, ഇതൊരു അതിജീവിതയാണെന്നും ഇവിടെ ഒരു അനീതി നടക്കുന്നുണ്ടെന്നും ഈ അനീതിയിൽ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണം എന്ന് തോന്നുകയും ആ പ്രതികരണ ശേഷി മനസ്സിൽ കണ്ടിട്ട് ആ മനസ്സിന്റെ മുന്നോട്ട് പോവുകയാണ് റോഷി ചെയ്തിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത്. കേരളത്തിലെ മാധ്യമ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് ഇന്നത്തെ കാലത്ത് ഞാൻ വിചാരിക്കുന്നില്ല. ആ സമയത്ത് അതിന്റെ എല്ലാവിധ സംവിധാനങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതും വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് റോഷിയെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് തന്നെ അഭിമാനമായി മാറുന്നു. ഇത് വരും തലമുറയ്ക്കും വരുന്ന ഈ കാലത്ത് വരാനിരിക്കുന്ന കാലത്തുള്ള മാധ്യമപ്രവർത്തകർക്ക് പ്രചോദനമായി മാറുന്നു. എങ്ങനെ ഒരു കേസിനെ ഫോളോ ചെയ്യണമെന്നും എങ്ങനെ അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം നടത്തണം എന്നുള്ളതിന്റെ ഒരു തെളിവായി അതിൻ്റെ ഒരു കുറിപ്പായി ഒരു പുസ്തകം DC എന്ന് പുറത്തിറക്കുന്ന സമയത്ത് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമാണ് റോഷിപാൽ എന്നുള്ളതും വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനാണെന്നുള്ളതും റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമായി റോഷി ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടിവിയിലെ മാനേജിംഗ് എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസവും അഭിമാനവും തോന്നുന്നുണ്ട്. ഞങ്ങളുടെ എഡിറ്റോറിയലിൽ നിന്ന് അരുണ് സ്മൃതിയൊക്കെ വരേണ്ടതാണ്. കാരണം എല്ലാവർക്കും അരുണ് UK അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. സ്മൃതിക്ക് ഇന്ന് വൈകുന്നേരം ഷോ ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. PR സുനിൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ മെമ്പറാണ്, ഞങ്ങളുടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ അഭിനന്ദനങ്ങളും, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടിവിയുടെ മാനേജിംഗ് എഡിറ്റർ എന്നുള്ളത് തന്നെ എൻ്റെ അഭിനന്ദനങ്ങളും നിങ്ങളുടെ ഓരോരുത്തരും അഭിനന്ദനം നേരുന്നു. വലിയ വിജയമാകട്ടെ എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും വാങ്ങണം, വായിക്കണം.
ഇതിലെ കാര്യങ്ങളെല്ലാം സത്യസന്ധതയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ബുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. ഞാനൊരു 4-5 പേജ് വായിച്ചു നോക്കിയുള്ളൂ. ആ 4-5 പേജ് വായിച്ചപ്പോൾ ഇതിൻ്റെ കഥ എനിക്ക് ഒരു പരിധിയെങ്കിലും അറിയാവുന്നത് കൊണ്ട് 100% സത്യസന്ധതയോടുകൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾ വായിക്കണം. ഇത് വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നന്ദി സർ. ഭാഗ്യലക്ഷ്മി മാം തന്റെ വാക്കുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും അപ്പുറമുള്ള തീക്ഷ്ണതയും ഉദ്വേഗവും അന്വേഷണവുമാണ് ഈ ഒരു രചനയിലേക്ക് നയിച്ചത്. ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീ ആർ റോഷിപാലിനെ വേദിയിലേക്ക് സമർപ്പിച്ചു. പ്രിയപ്പെട്ട പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ എൻ.എസ്. മാധവൻ, ഇവിടെ ഭാഗ്യലക്ഷ്മി ചേച്ചി, DC രവി സാർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മാനേജിംഗ് എഡിറ്റർ ആൻഡ് ഓഗസ്റ്റിൻ സാർ, പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയ സ്നേഹിതൻ ജയദേവൻ, അതിനപ്പുറത്തേക്ക് പേരെടുത്ത് വിളിക്കേണ്ട പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, അവസാനമെത്തിയ നമ്മൾ കേരളം ഏറ്റവും പ്രധാന ചർച്ചയായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട ഉത്തരവിറക്കിയ മുൻ വിവരാവകാശ കമ്മീഷൻ ഈ സദസ്സിലിരിക്കുന്നത്. അങ്ങനെ ഈ സദസ്സ് ഒരു പ്രതീക്ഷയാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ചെറുത്തുനിൽപ്പും പോരാട്ടവും ഇനിയും നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ സദസ്സിൽ എനിക്ക് പകരുന്നത്. പക്ഷേ 2021 ഡിസംബർ 25 റിപ്പോർട്ടർ ബാലേന്ദ്രകുമാർ എന്ന നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയുടെ അഭിമുഖം പുറത്തുവിടുന്നതിന് മുമ്പ് ഭാവനയുടെ കുടുംബത്തിലും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർ ചിലർ പിടികൊണ്ട് ഒടുവിൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികളുടെ ഭാഗമായ അജകുമാർ, അഭിഭാഷകന്റെ മകൻ സിദ്ധാർത്ഥ മേനോൻ, അങ്ങനെ പ്രധാനപ്പെട്ടവരൊക്കെ ഉണ്ട് ഈ സദസ്സ്. എല്ലാവരുടെയും ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. നീതി ലഭിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിലിരിക്കുന്ന നടിയുടെ കുടുംബം, അന്വേഷണ സംഘം, അവിടെയാണ് ഒരു കനൽ തരി പോലെ, ഒരു മിന്നായം പോലെ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, അന്ന് ബാലേന്ദ്രകുമാറിന്റെ അഭിമുഖം പുറത്തു വന്നപ്പോൾ അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ ലഭിക്കുന്നു. ഈ ബാലേന്ദ്രകുമാറിനെ ആദ്യം സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റണം. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വിട്ടുപോയ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കണ്ണികളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കും. അത് ഒരു ഉദ്യോഗസ്ഥൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഭാവനയുടെ അമ്മയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചു. പിന്നീട് അതിന് ആത്മവിശ്വാസം എനിക്ക് മാത്രമല്ല, അന്നത്തെ റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു. ഒരുപക്ഷെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പോർട്ടർ കണ്ടത് യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയായിരുന്നു. അന്ന് നമ്മൾക്ക് കിട്ടുന്ന പരിമിതമായ വിവരങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഒരുപക്ഷെ അന്ന് പ്രോസിക്യൂഷന്റെ ഒക്കെ ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്റെ കയ്യിലേക്ക് എത്തിയത്. അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ ക്രൂരമായ പീഡനത്തിന്റെ ദൃശ്യങ്ങളാണ്. പൾസർ സുനിയും സംഘവും ചിത്രീകരിച്ച ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, ഞാൻ കാണാത്ത, നിങ്ങൾ കാണാത്ത, പക്ഷേ നമുക്ക് ഈ കേസ് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയും ആ പെൺകുട്ടി അനുഭവിച്ച വേദന, പീഡനം. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന ഒരു വിവരം, അത് സയന്റിഫിക് ലാബിന്റെ റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയത്. അതൊന്ന് ഉറപ്പിച്ചു. കാരണം ഇത് കോടതി കസ്റ്റഡിയിൽ മാത്രമുള്ള ഒരു രേഖയായിരുന്നു. ആ രേഖ പുറത്തുവിട്ടാൽ സ്വാഭാവികമായും കോടതി ലക്ഷ്യത്തിന് ഞങ്ങൾ നിയമ നടപടിക്ക് വിധേയമാകേണ്ടി വരും. ഒന്ന് MP കൃഷ്ണകുമാറാണ് എഡിറ്റോറിയൽ ചീഫ്. അന്ന് ഓഗസ്റ്റിൻ സാർ നമ്മുടെ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. ഒരു പിന്നിൽ ശക്തിയായി അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ നൽകിയ ധൈര്യമായിരുന്നു. എത്രയാണ് കോടതി ലക്ഷ്യത്തിന്റെ ശിക്ഷ, അത് ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്ന് എഡിറ്റോറിയൽ ടീമും മാനേജ്മെന്റും പറഞ്ഞാൽ പിന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഭയപ്പെടേണ്ടതില്ല. മാത്രവുമല്ല, നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ, NS മാധവൻ സാർ പറഞ്ഞതുപോലെ, ഇത് ഒരു ഭാവന എന്ന ഒരു സിനിമാ താരത്തിന് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നത്. ഞാൻ ഈ വാർത്ത
കൊടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഇപ്പോഴും ആ വാർത്തയുടെ അലയൊലികളുണ്ട്. ഞാൻ ഇപ്പോഴും ഈ പോരാട്ടത്തിനൊപ്പം നിന്നത് ഇനി മറ്റൊരാൾക്ക് ഇത് സംഭവിക്കരുത് എന്ന ഒരു അങ്ങനെ പാടില്ല എന്ന ഒരു ഉത്തമ വിശ്വാസത്തിന്റെ പേരിലാണ്. ഈ പോരാട്ടം മുന്നോട്ട് പോയാൽ ഒരിക്കലും അത് സംഭവിക്കില്ല. മാത്രമല്ല ഇതിൽ ഒരു മാറ്റം ഉണ്ടായത് അതിനു മുമ്പ് ഈ വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പ് അതിജീവിതയായിരുന്നില്ല ഭാവന, വിക്റ്റിമായിരുന്നു, ഇരയായിരുന്നു ഭാവന. അങ്ങനെ ഇരയായ ഭാവന ദൃശ്യമാധ്യമത്തിന്റെ മുന്നിലെത്തി ബർഖാദത്തിനോട് മുഖം മറക്കാതെ പറയുകയാണ്, ഞാൻ ഇരയല്ല, ഞാൻ അതിജീവിതയാണ്. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം ഭാവനക്ക് വരാൻ ഒരു കാരണമായിട്ടുണ്ട് ഞാനും ബാലേന്ദ്രകുമാറും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭാഗ്യലക്ഷ്മി ആകട്ടെ, ഞങ്ങളുടെ ദൃശ്യമാധ്യമമായ റിപ്പോർട്ട് ടിവിയുടെ എല്ലാമുണ്ട്. ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ, പേരറിയാത്ത ഒട്ടേറെ നല്ലവരായ മനുഷ്യർ, ലോകത്തിന്റെ എമ്പാടുമുള്ളവർ, പല രാജ്യങ്ങളിൽ നിന്ന് അമ്മമാർ, സഹോദരിമാർ, അച്ഛന്മാർ എല്ലാവരും പലപ്പോഴായി ഇപ്പോഴും എനിക്ക് വരുന്ന സന്ദേശങ്ങളിൽ ഭൂരിഭാഗവും നടിയെ ആക്രമിച്ച കേസിൽ ഭാവനയ്ക്ക് നീതി ലഭിക്കുമോ എന്നതാണ്. അതിനുശേഷം ഒട്ടനവധി സമാനമായ സംഭവങ്ങൾ, അതിന്റെ അതിജീവിതമാർ എന്നെ സമീപിക്കാനും ആ വിവരങ്ങൾ, പീഡനത്തിന്റെ വിവരങ്ങൾ അവർക്ക് നീതി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ആത്മവിശ്വാസത്തോടെ എന്നിലേക്ക് എത്തിയതിന്റെ കാരണവും ഈ ഭാവനയ്ക്കൊപ്പം ആ പോരാട്ടത്തിനൊപ്പം ആത്മാർത്ഥമായി നിന്നതുകൊണ്ട് മാത്രമായിരുന്നു. ഇതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ഉത്തരവാദിത്വം. ഒരുപക്ഷെ അന്നും ഇത് മാധ്യമ പ്രവർത്തനമല്ലെന്ന് പല കോണുകളിൽ നിന്ന് വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപക്ഷെ എന്റെ സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങൾ തുറന്നാൽ അറിയാം, എന്റെ മുഖപുസ്തകം ആകെ തെറിയ വിഷയമാണ്. ആ പ്രൊഫൈലുകളിലൂടെ നിങ്ങൾ നീങ്ങിയാൽ നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റും, നിഴലായി ഈ ഭാവനയ്ക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ചിത്രങ്ങൾ ഈ എന്നെ ആക്രമിക്കുന്നവരുടെ പ്രൊഫൈലുകളിൽ അവിടെയും ഇവിടെയുമായി അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയിലൊക്കെ ഉണ്ടാകും. മുഖമില്ലാത്തവരൊക്കെ ആക്രമിക്കുകയാണ്. പലപ്പോഴായി ജീവന ഭീഷണി ഉണ്ടായിട്ടുണ്ട്. എനിക്കൊപ്പം അന്നുണ്ടായിരുന്ന ഹൈദർ അലി ഉണ്ട്, മാധ്യമപ്രവർത്തകർ. അങ്ങനെ ഞങ്ങൾ പരിമിതമായ മാധ്യമപ്രവർത്തകർ മാത്രമായിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വീണു പോകാതെ മുന്നോട്ട് പോകാൻ കാരണമായത് ഈ പൊതുസമൂഹമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഒടുവിൽ വിധി വരുന്ന ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ദൃശ്യങ്ങൾ. അന്ന് എനിക്കും അവിടെ കൃത്യമായി പ്രതികരിക്കാൻ സാധിച്ചത് എന്റെ പിന്നിൽ അല്ലെങ്കിൽ പീഡനത്തിനിരയാവുന്ന ക്രൂരമായ വേട്ടയാടലുകൾക്ക് വിധേയമാകുന്ന സ്ത്രീ സമൂഹത്തിന്റെ പിന്നിൽ കേരളീയ മനസാക്ഷിയുണ്ട്. അത് മാത്രമാണ് എന്നെ കൊണ്ട് അങ്ങനെ പ്രതികരിപ്പിച്ചത്. അവിടെ എന്നെ അപമാനിക്കാനും ആക്രമിക്കാനും ഒരു കൂട്ടം പാഞ്ഞെടുത്തപ്പോൾ പകച്ചു പോകേണ്ടതാണ്. പക്ഷെ എനിക്ക് തന്ന ധൈര്യം നിങ്ങളെ പോലെ മുന്നിലിരിക്കുന്നവരാണ്. ഒട്ടേറെ പേർ, ഇവിടെ എത്താൻ പറ്റാത്ത ഒട്ടേറെ പേരുണ്ട് പല ഭാഗത്തുനിന്നായി. അപ്പൊ അവരൊക്കെയാണ്. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതൊരു സിനിമയാണെങ്കിൽ ഇത് ഇടവേളയാണ്. ഇനിയുമുണ്ട് വലിയൊരു ഭാഗം പുറത്തേക്ക് വരാൻ. അത് മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധന, അത് എന്റെ വാക്കുകളല്ല, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ് കെ ബാബുവിന്റെ വാക്കുകളാണ്. അത് നിയമവിരുദ്ധ പരിശോധനയാണ്. ആ നിയമവിരുദ്ധ പരിശോധനയിൽ അതിജീവിതക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരു സംരക്ഷണവും നൽകാൻ സാധിച്ചില്ല എന്ന് കൂടി അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ടും അതിന്റെ അന്വേഷണങ്ങൾ, അതിന്റെ ഒരു പരിശോധന നടന്നിട്ടും അവിടെയും അവൾ നീതിക്ക് വേണ്ടി വീണ്ടും നീതിപീഠത്തെ സമീപിക്കേണ്ട അവസ്ഥയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഭാവനയെ പോലെ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ സ്വാധീനമുള്ള, ജനങ്ങളാകെ സ്നേഹിക്കുന്ന ഒരു നടിക്ക് ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ, ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്കാണ് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് കേരളത്തിലാണ് നടന്നത്. നമ്മൾ എപ്പോഴും പറയും ഉത്തർപ്രദേശ് നോക്കൂ, ബീഹാർ നോക്കൂ, തമിഴ്നാട് നോക്കൂ, കർണാടക നോക്കൂ. നമ്മളെപ്പോഴും മറ്റിടങ്ങളിൽ നടക്കുന്ന ക്രൂരതകൾ, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ അതിനെതിരെ ശക്തിയുക്തം വിമർശിക്കാനും അതിനെതിരെ മുഖപുസ്തകത്തിൽ എഴുതാനും വല്ലാതെ തുടിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തകർക്കെതിരെ പലരും മൗനം തുടരുന്നു എന്നതാണ് ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം. പ്രതികരിക്കേണ്ടവർ പലപ്പോഴും മൗനം തുടരുകയാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ വന്ന ചില സംഭവങ്ങൾ കൂടി, അതിൽ സമാനമായ സംഭവങ്ങൾ കൂടി അവസാന ഘട്ടത്തിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ 2017 ഫെബ്രുവരി 17 അർദ്ധരാത്രിയുടെ ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ, ഏതാണ്ട് 2 മണിക്കൂറോളം ആ പെൺകുട്ടി അനുഭവിച്ച പീഡനം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ ഇതുവരെ ആ പെൺകുട്ടിയോട് ചോദിച്ചിട്ടില്ല എത്രത്തോളം പീഡനം അനുഭവിച്ചു എന്ന്. ആ പെൺകുട്ടിയുടെ സഹോദരനോട് ചോദിച്ചിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ മാത്രമാണ്. എനിക്ക് ചോദിക്കാനുള്ള ശക്തിയില്ല.
ഞാനൊരു പെൺകുട്ടിയുടെ പിതാവാണ്. എൻ്റെ മകൾ 15 വയസ്സാണ്. ഒരുപക്ഷെ ഈ യാത്രയിൽ, ഈ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക ഞാനല്ല, ഏറ്റവും കൂടുതൽ ഭയന്നിട്ടുണ്ടാവുക ഞാനല്ല, എന്റെ കുടുംബമാണ്. എന്റെ ഭാര്യ ശ്രീനയാണ്, എന്റെ മകൾ ദക്ഷയാണ്. അവർ രണ്ടുപേരും അനുഭവിക്കുന്ന മാനസിക സംഘർഷം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബോധ്യമാകില്ല. ഒരു കാലത്ത് കൊച്ചിയിലേക്ക് ഞാൻ വരുമ്പോൾ എന്റെ ഒപ്പം അവർ വരും. അത് ഞാൻ വിളിച്ചില്ലെങ്കിലും എവിടെ പോകുമ്പോഴും നിഴലായി അവരുണ്ടാകും. അവർ എന്റെ കൂടെ യാത്ര ചെയ്ത് ആഹ്ലാദിക്കാനല്ല, എനിക്ക് അപകടം വരുമോ എന്ന ആശങ്ക കൊണ്ട് അവർ ഒപ്പം സഞ്ചരിക്കുകയാണ്. പലപ്പോഴും ഭാര്യ പറയും മരണമാണെങ്കിൽ ഒരുമിച്ചത്. ഞാൻ എപ്പോഴും പറയും അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതിനുള്ള ധൈര്യം ആർക്കുമില്ല. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഘട്ടത്ത് വാർത്തയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ പട്ടിണിയായിരുന്നു അന്ന് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ, കൊച്ചിയിലെത്തി വാർത്ത ശേഖരിക്കുന്ന ഘട്ടത്തിൽ അന്ന് സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിലാണ് ഞാനും ക്യാമറാമാനും താമസിച്ചിരുന്നത്. അവിടെയൊക്കെ ഇരുന്നത് വീട്ടിനകത്തിലെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ വാർത്ത ലൈവ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. അങ്ങനെ കടന്നു പോകാത്ത വഴികളില്ല. ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ വല്ലാതെ ആക്രമിക്കപ്പെടുമ്പോൾ ഈ ഭാര്യയും മകളും സ്നേഹിക്കുന്നവരും അവർ പറയും എന്തിനാണ് ഇത് അവസാനിപ്പിച്ചുകൂടെ, കാരണം ഇങ്ങനെ ആക്രമിക്കപ്പെടുകയാണ്. ഒരു ഘട്ടത്തിൽ എന്റെ ഭാര്യയുടെയും മകളുടെയും ചിത്രം വെച്ച് അധിക്ഷേപമാണ്, പറയാൻ പറ്റാത്ത ഭാഷ ഉപയോഗിച്ച് അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസം. ഏതാണ്ട് ഒരു ആഴ്ചക്കാലത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മകൾ വിദ്യാലയത്തിലേക്ക് പോകാതെ ഇരുന്നു. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ ആലോചിച്ചത് ഈ സാക്ഷിയായ ബാലേന്ദ്രകുമാറിന്റെ മകൻ സമാനമായ ദുരനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹം സാക്ഷിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ മകന് സ്കൂളിൽ അനുഭവിക്കേണ്ട വേദന, സമാനമായി ഭാവനയും കുടുംബവും അനുവദിക്കേണ്ട അനുഭവിച്ച വേദന, അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം, ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം. 5 വർഷത്തിന് ശേഷം ഭാവന മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ 5 വർഷം മുമ്പ് എന്തുകൊണ്ട് മലയാള സിനിമാ ലോകം ഭാവനയെ ചേർത്ത് നിർത്തിയില്ല എന്ന ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉത്തരവില്ലാതെ അവസാനിക്കുന്നു, അവിടെ കിടക്കുകയാണ്. അതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ്. അവർ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾ ഭാവനയ്ക്കൊപ്പം നിന്നു എന്ന്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇത് ഭാവന മാത്രമല്ല, മലയാള സിനിമയിൽ ഭാവനയ്ക്ക് മുമ്പ് സമാനമായ പീഡനം ഏറ്റുവാങ്ങിയ ഒട്ടേറെ നടിമാരുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചിവിടെ പറയുകയാണ്. പക്ഷെ അവർ പുറത്തേക്ക് വരില്ല, അവർക്ക് പുറത്തേക്ക് വരാനുള്ള അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ കാരണം ഭാവന കോടതിയിൽ 17 ദിവസം അനുഭവിച്ച മാനസികമായ പീഡനമാണ്. നീതി ലഭിക്കില്ല എന്ന ഒറ്റ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഭാവനയ്ക്ക് മുമ്പ് സമാനമായ പീഡനം അനുഭവിച്ച നടിമാർ നിയമ നടപടികൾക്ക് മുന്നിലേക്ക് വരാത്തത്. അന്വേഷണ സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥയ്ക്ക് മുമ്പിൽ പല നടിമാരും തങ്ങൾക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം ഈ കേസിന് ഏതെങ്കിലും തരത്തിൽ അവരുടെ അനുഭവങ്ങൾ സഹായകരമാകുന്നുണ്ടെങ്കിൽ സഹായകരമാകട്ടെ എന്ന ഒറ്റ കാരണത്താൽ ചില നടിമാരെ എനിക്കറിയാം, അവരെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് ഞാൻ ഒരു ഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ സഹായം നേടിയിരുന്നു. പക്ഷെ അവർക്കാർക്കും ആത്മവിശ്വാസമില്ല. കാരണം ഭാവന ഇത്രയും കാലം, ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടാണ് ഒരു പെൺകുട്ടി അവൾ അനുഭവിച്ച പീഡനത്തിന് വേണ്ടി, അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്നത്. ഒരു വിചാരണ കോടതിയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ്. ഹൈക്കോടതിയിൽ എത്തുന്നു, സുപ്രീം കോടതിയിൽ എത്തുന്നു. എത്ര പണമാണ് ഈ കേസിന്റെ നീതിപീഠത്തിലേക്ക് അവിടെയുള്ള പോരാട്ടത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അവർ അധ്വാനിക്കുകയാണ്. സാധാരണ പരസ്യ ചിത്രങ്ങൾ അഭിനയിക്കുകയാണ്. എന്തിനാണ് അഭിനയിക്കുന്നത്? അവർ ഈ പോരാട്ടം നടത്താൻ വേണ്ടി അഭിനയിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, ഇത് ഒരു നടിയായതുകൊണ്ട് അവർക്ക് വരുമാന മാർഗം കണ്ടെത്താൻ അവർക്ക് സിനിമയുണ്ട്. നേരെ മറിച്ച് ഒരു സാധാരണ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ദുരനുഭവം അവർക്ക് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് വീണ്ടും ഞാനിത് പുസ്തകമാക്കാൻ എനിക്ക് പ്രേരണയായത് മൂന്നേട്ടനാണ്. നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന എം മൂന്നൻ എന്ന എഴുത്തുകാരനാണ് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം 2022 എനിക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ പേരുള്ള പ്രഥമ അവാർഡ് തലശ്ശേരിയിൽ വെച്ച് സമ്മാനിക്കുമ്പോൾ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ചുരുക്കി പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ സംസാരിച്ച 15 മിനിറ്റ് ദൈർഘ്യമുള്ള എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇത് പുസ്തകമാക്കണമെന്ന് പറഞ്ഞു. പിന്നീട് എഴുത്തുകാരനായ രജീഷ് കുമാറുണ്ട്, അങ്ങനെ ഒട്ടേറെ സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകർ ഒന്നാകെ, എന്റെ സഹപ്രവർത്തകരും എല്ലാവരും എപ്പോഴും പറയും ഇത് എഴുതണം. കാരണം ഈ കാലം കുറ്റവാളികളെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിക്രമിക്കുന്ന, സ്ത്രീകളെ വേട്ടയാടുന്ന കുറ്റവാളികൾ, അവരെ മഹത്വവൽക്കരിക്കുകയാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ. PR കൊട്ടേഷനാണ്. അതുവഴി പീഡകന്മാരെ മഹത്വവൽക്കരിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഈ കേസ് ഇവിടെ അവസാനിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു ഘട്ടത്തിൽ അവിടെ
അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഈ പീഡകന്മാരായ മനുഷ്യന്മാർ അവരൊക്കെ മഹാത്മാക്കളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് പൊതുസമൂഹത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇരകൾ എന്ന് വിളിക്കാൻ പാടില്ല, അതിജീവിതമാണ്. അവർക്കത് ഒരിക്കലും താങ്ങാൻ പാടില്ല. മാത്രവുമല്ല, അത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പൂർണ്ണമായി അവർക്ക് നഷ്ടപ്പെടും. ഇത് നീതിന്യായ വ്യവസ്ഥയിൽ പോലീസ് സംവിധാനത്തിലുള്ള ആത്മവിശ്വാസം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ടാണ് എന്റെ ചാനൽ, റിപ്പോർട്ടർ ചാനൽ, അതിന്റെ എഡിറ്റോറിയൽ ടീം ഈ പോരാട്ടത്തിന് തുറന്ന മനസ്സോടെ, അതിലൊരു തിരുത്തലുമില്ലാതെ വാർത്തകൾ കൊടുക്കാൻ അവർ തയ്യാറാകുന്നത്. ഒരു ഘട്ടത്തിൽ എനിക്കെതിരെ വലിയ അറ്റാക്ക് നടന്ന സാമൂഹ്യ മാധ്യമത്തിൽ ഈ പൾസർ സുനി എന്ന ഈ കൊടും കുറ്റവാളിയുടെ ഒരു അഭിമുഖം ഒളിയാമണ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന്റെ പേരിലാണ്. അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കാരണമായത് ഈ കുറ്റവാളി തന്നെ പറയണം എന്താണ് സംഭവിച്ചത്. അത് പറയണമെന്നത് ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് ആ കുറ്റവാളിയിലേക്ക് മറ്റൊരു കുറ്റവാളിയിലൂടെ എത്തുന്നത്, ഈ കേസിന്റെ സാക്ഷിയാണ്. അത് ആ ക്യാമറ അങ്ങനെ ഒളിപ്പിച്ചു വെച്ച ക്യാമറ അയാൾക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല, അയാൾ അങ്ങനെ വിശ്വസിച്ചുമില്ല. പക്ഷെ ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിനു ശേഷം അയാളുടെ സംഘം എന്നെ കൊടുക്കാൻ പലതരത്തിൽ ശ്രമം നടത്തി. പക്ഷെ അത് പിന്നീട് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. ഞാൻ അതൊന്ന് മാറി എന്ന് സഞ്ചരിച്ചു. ഇപ്പോഴും ആ സംഘം ഏറ്റവും പ്രധാന ശത്രുക്കളുടെ ഗണത്തിൽ എന്റെ പേര് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അന്ന് ആ ദൃശ്യം പുറത്തു വന്നതിലൂടെ ഈ പൾസർ ശ്രമിക്കുന്ന സംഘത്തിനും ഒരുപക്ഷെ അവരുടെ കൂടെ അവർ പുറത്തിറങ്ങിയാൽ സ്വാഭാവികമായും പ്രതിയുടെ ഭാഗം ചേർന്ന് എന്ത് തരത്തിലും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഉത്തമ ബോധ്യം പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമം തടസ്സപ്പെടാൻ ആ അഭിമുഖം കാരണമായിട്ടുണ്ട്. അത് എത്ര പേർ അത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രോസിക്യൂഷനും പോലീസ് സംഘത്തിനും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എല്ലാം തുറന്നു പറഞ്ഞു. അതോടെ അവിടെ കച്ചവടം പൊളിഞ്ഞു. കാരണം പരോളിൽ പുറത്തിറങ്ങിയ പ്രതിയുമായി സംസാരിച്ച് എല്ലാം ധാരണയാക്കാനുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമം പൊളിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് ശ്രമിച്ചു, അത് നടന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇനി നീതി നൽകേണ്ടത് പരമോന്നത നീതിപീഠങ്ങളാണ്. അതിൽ നമുക്കൊക്കെ വിശ്വാസമുണ്ട്, വിശ്വസിക്കാം. ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഇത് സിനിമയാണെങ്കിൽ അതിന്റെ ഇടവേളയിൽ മാത്രമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനിയും ഒട്ടേറെ സമയമുണ്ട്. മാത്രമല്ല, ഇതിന് ഈ ഒരു വിഷയത്തിന്റെ തുടർച്ചയായി വന്ന ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് അത് പുറത്തെത്തിക്കാൻ അവസാന ഘട്ടത്തിലാണ് ഞാനൊരു ശ്രമം നടത്തിയത്. ഞാൻ അതിന്റെ മുൻ വിവരാവകാശ കമ്മീഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് അത് മാത്രം പറയുന്നു. അബ്ദുൽ ഹക്കീം സാർ അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹം അനുഭവിച്ച സമ്മർദ്ദം അദ്ദേഹം സമ്മതിക്കില്ല. പക്ഷെ എനിക്കത് സങ്കല്പിക്കാൻ കഴിയും. കാരണം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവരാവകാശ കമ്മീഷനിലേക്ക് ഞാൻ അപ്പീലുമായി ഓരോ ഘട്ടത്തിൽ പോകുമ്പോൾ ഞാൻ അനുഭവിച്ച സമ്മർദ്ദം, അപ്പോൾ അദ്ദേഹത്തിലേക്ക് അതിന്റെ ഇരട്ടിയോളം സമ്മർദ്ദം എത്തിയിട്ടുണ്ടാകുന്ന ഉത്തമ ബോധ്യമുണ്ട്. ഇന്നലെ അന്നത്തെ ഏറ്റവും കൂടുതൽ ഞാൻ കടന്നാക്രമിച്ച ഉദ്യോഗസ്ഥ അവർ എനിക്ക് സ്വകാര്യമായി അയച്ചതാണ്. അഭിനന്ദനങ്ങൾ അയച്ച സുഭാഷിണി തങ്കച്ചിയുടെ സന്ദേശമുണ്ട്. പക്ഷെ അവർ ഒരു അമ്മയാണ്, ഒരു പെൺകുട്ടിയുടെ മാതാവാണ്. അവർ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ ഒരുപക്ഷെ അതിൽ അവർ ചെയ്യേണ്ട നടപടിക്ക് അപ്പുറത്തേക്ക് അവർക്ക് ചെയ്യാൻ കഴിയില്ല. എന്തായാലും ആ ഒരു റിപ്പോർട്ട് പുറത്തു വരേണ്ടത് ആവശ്യമാണ് എന്ന് വിവരാവകാശ കമ്മീഷന് ബോധ്യമുണ്ട്. അതിനുശേഷം നടന്ന ഒരു ചെറിയ നടപടികളിലൊക്കെ ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്താണ്. കാരണം അദ്ദേഹം ഉത്തരവിട്ട പേജുകൾ പോലും പുറത്തു വന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ആ പേജുകൾ പുറത്തുവിടാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല? അവസാന ഘട്ടത്തിൽ 5 പേജുകൾ, ഏറ്റവും സുപ്രധാനമായ ഒരു 5 പേജുകൾ അദ്ദേഹം പുറത്തുവിടാൻ പറഞ്ഞു. പക്ഷെ പുറത്തുവിടാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. ഞങ്ങൾക്ക് അയച്ച കത്തിൽ ആ പേജ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു കള്ളക്കളി നടന്നു. എന്നാൽ അതിന്റെ പിന്നീട് കൊടുത്ത അപ്പീലിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. അദ്ദേഹം വിരമിച്ച് പുറത്തേക്ക് വരികയും ചെയ്തു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അബ്ദുൽ ഹക്കീം സാർ അവിടെ നടന്ന എന്തോ ഒരു കള്ളക്കളികൾ അതൊക്കെ തുറന്നെഴുതുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ ഒട്ടേറെ പേരുണ്ട്, അവർക്ക് അവരുടെ അനുഭവങ്ങളുണ്ട്. പലർ ഇതിൽ അതിജീവിതമാർ ഈ സദസ്സിൽ തന്നെ പലരും ഉണ്ട്. അവർ അനുഭവിച്ച വേദനകളുണ്ട്. അവരൊക്കെ പിന്നീട് അത് എഴുതും. അത് എഴുതേണ്ടതിന്റെ ആവശ്യം ഇനി വരുന്ന തലമുറയ്ക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ അത് നേരിടാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. നിയമ പോരാട്ടം നടത്തണം. ഉറച്ച പോരാട്ടവുമായി മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകം വായിക്കണം. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ, കാരണം പരിമിതമായ സമയത്തിനുള്ളിൽ എഴുതി തീർത്തതാണ്. അപ്പോ അതിൽ ഒട്ടേറെ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളായി കിടക്കുന്നുണ്ട്. പക്ഷെ പലതും സാമൂഹ്യ മാധ്യമത്തിൽ ആരൊക്കെയോ നശിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബിലൊന്നും പഴയ വാർത്തകളൊന്നും എവിടെയും കാണാനില്ല. ഫേസ്ബുക്കിലൊക്കെ ഞാൻ പലപ്പോഴും അത് സെർച്ച് ചെയ്യുമ്പോൾ വാർത്തകളെ കാണാനില്ല. ഞാൻ ചെയ്ത പല വാർത്തകളും കാണാനില്ല. കാരണം അതൊക്കെ നശിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, ഇതിൽ ഒരു സൈബർ ഹാക്കർ സാക്ഷിയാണ് സായ് ശങ്കർ തന്നെ തുറന്നു പറഞ്ഞിട്ട് റിപ്പോർട്ടർ ടിവിയുടെ യൂട്യൂബ് ചാനൽ ഒരു ദിവസം അടിച്ചുപോയി.
അത് നശിപ്പിച്ചത് അത് തനിക്ക് ലഭിച്ച കൊട്ടേഷനാണ്. അതുപോലെ എന്ത് സംഭവിക്കും? അതുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലുള്ള ഈ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടുന്ന ബോധ്യമുണ്ട്. കാരണം എല്ലാം നശിപ്പിക്കാനുള്ള ശക്തിയും സംവിധാനവും പ്രതിഭാഗത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് പുസ്തകമായി, ഇത് നശിപ്പിക്കാൻ കഴിയില്ലല്ലോ, ഇത് പുസ്തകമായുണ്ട്, ഇത് വായിക്കുക, അഭിപ്രായം പറയുക, അതിനൊപ്പം അവൾക്കൊപ്പം, അത് ഭാവനക്കൊപ്പം മാത്രമുള്ള പോരാട്ടമല്ല. കേരളത്തിൽ പീഡനത്തിനിരയായ, അങ്ങനെ പീഡനം അനുഭവിക്കുന്ന ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ നന്ദി. ഒപ്പം ഏറ്റവും പ്രധാനമായും എന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ എസ് മാധവൻ സാറിനെ വിളിച്ചത്. അദ്ദേഹം ആ പുസ്തകം ചുരുങ്ങിയ സമയം കൊണ്ട് വായിച്ച് അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ പറയുകയും ചെയ്തു. അദ്ദേഹത്തെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ഇത് പ്രയാസം ചെയ്യുക എന്നത് ഏതൊരു എഴുത്തുകാരനും ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി ചെയ്യുന്നു. അവൾക്കൊപ്പം എന്ന അന്വേഷണ യാത്രയുടെ ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന്റെ സമാപനം ആണ് നാം കുറിച്ചത്. പുസ്തകത്തിന്റെ കോപ്പികൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭ്യമാണ്. ഓരോരുത്തരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ഇടവേള മാത്രമാണ്. ശക്തിയാർന്ന നമ്മുടെ ഓരോ വായനക്കാരിലൂടെയും ഈ പുസ്തകം ഇനി ജനിക്കാൻ ഒരുങ്ങുകയാണ്. ഏവരെയും ഈ പുസ്തകം വായിക്കുവാനും ഈ പുസ്തകം സ്വീകരിക്കുവാനും അഭ്യർത്ഥിക്കുകയാണ്. ചവറ കൾച്ചറൽ സെന്ററിന്റെയും അതോടൊപ്പം DC ബുക്സിന്റെയും പേരിൽ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും മുഖ്യ അതിഥികൾക്കും നന്ദി. പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ കൾച്ചറൽ സെന്ററിന്റെ ഓഡിറ്റോറിയത്തിൽ തന്നെ കോപ്പികൾ ലഭ്യമാണ്.